ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എപ്പോഴും സന്തോഷം വേണം എന്നാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ കിട്ടുന്നതോ ആനന്ദത്തിന് പകരം പ്രശ്നങ്ങളും ദുഃഖങ്ങളും വേവലാതികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് അതിന് കാരണം? ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നാം പിടിച്ചാൽ നമ്മളും ചലിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ചലിക്കാത്ത ഒന്നിനെയാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ നമ്മളും നിശ്ചലരായിരിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം അനുനിമിഷം ചലിച്ചു കൊണ്ടിരിക്കുന്നവയാണ്. സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്കും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ഓരോ വസ്തുക്കളും. എന്നാൽ അവയെ ആശ്രയിക്കുന്ന വ്യക്തികളുടെ മനോഭാവവും ഇപ്രകാരം ചഞ്ചലമാണ്. ചഞ്ചലമായ മനസ്സിനൊരിക്കലും സ്വസ്ഥത ലഭിക്കുകയില്ല. എന്നാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ആനന്ദത്തിനാണ്. ആനന്ദം എപ്പോഴും വേണമെന്നാണിന്ന് മാനവർ ചിന്തിച്ചിരിക്കുന്നിതെപ്പോഴും. അജ്ഞത മൂലമായി ആനന്ദമൊന്നിനെ ആർക്കുമേ കിട്ടാതെ ദുഃഖിച്ചിടുന്നവർ. ആനന്ദം കിട്ടണമെന്ന് കരുതുന്നു, പക്ഷേ ആനന്ദം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്താ കാരണം? എന്താണ് ആനന്ദം എന്നറിയില്ല, എവിടെ നിന്നാണ് അത് ലഭിക്കുക എന്നറിയില്ല. അജ്ഞത കൊണ്ടാണ് ആനന്ദം ലഭിക്കാതിരിക്കുന്നത്. ആ അജ്ഞതയെ നീക്കി ജ്ഞാനം സമ്പാദിച്ചാൽ മാത്രമേ നമുക്ക് ആനന്ദാനുഭൂതി ലഭിക്കുകയുള്ളൂ. ആനന്ദം എപ്പോഴും വേണമെന്നാണിന്ന്. എന്തുകൊണ്ടാണ് എല്ലാവരും ആനന്ദം വേണമെന്ന് ആഗ്രഹിക്കാൻ കാരണം? നമ്മുടെ സഹജമായ പ്രകൃതം ആനന്ദമാണ്. നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ആനന്ദത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചു കുഞ്ഞു മുതൽ വൃദ്ധാവസ്ഥയിലെത്തിയവരും ജനിച്ചതിന് ശേഷവും മരണത്തിന് മുമ്പും ആനന്ദത്തെ തന്നെയാണ് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അന്വേഷണത്തിലുള്ള അറിവില്ലായ്മ കൊണ്ട് ആനന്ദത്തിന് പകരം ദുഃഖത്തെയാണ് നേടാൻ കഴിയുന്നത്. അതാണ് പറയുന്നത്, ആനന്ദം എപ്പോഴും വേണമെന്നാണിന്ന് മാനവർ ചിന്തിച്ചിരിക്കുന്നിതെപ്പോഴും. എല്ലാ മനുഷ്യരും ആനന്ദം വേണമെന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അജ്ഞത മൂലമായി, അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്. എവിടെ നിന്നാണ് ആനന്ദം കിട്ടുന്നത്? നാം അതറിഞ്ഞിട്ടല്ല അന്വേഷിക്കുന്നത്. നമ്മൾക്ക് കണ്ടതും കെട്ടതുമായ സർവ വിഷയങ്ങളിൽ കൂടി, ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകുന്ന മനസ്സ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിൽ ആനന്ദത്തെ തേടുന്നു. എന്നാൽ ഇവയിലൊന്നും തന്നെ ആനന്ദം ഇല്ല. ആനന്ദം ഇല്ലാത്ത സ്ഥലത്ത് തിരഞ്ഞാൽ അതെങ്ങനെ കിട്ടും? അജ്ഞത മൂലമായി ആനന്ദമൊന്നിനെ ആർക്കുമേ കിട്ടാതെ ദുഃഖിച്ചിടുന്നവർ. അജ്ഞത കൊണ്ട് ആനന്ദം കിട്ടുന്നില്ല, ദുഃഖം കിട്ടിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യും. ഒരാൾ തേനീച്ച തേനുണ്ടെന്ന് കരുതി തേൻ പിടിക്കാൻ പോയി. തേനീച്ചകൾ കുത്തി. തേനീച്ചയുടെ കുത്തുകൊണ്ടു തേനൊട്ട് കിട്ടിയതുമില്ല. കാരണം എന്താ? തേനിനെ പിടിക്കാനുള്ള വിദ്യ ആദ്യം അറിയണം. തേനെടുക്കാനുള്ള വിദ്യ അറിയണം. തേനെടുക്കാൻ അറിയുന്ന ഒരാളുമായി പരിചയപ്പെട്ട് എങ്ങനെ തേനെടുക്കാം എന്ന് പഠിച്ചതിന് ശേഷം തേനെടുക്കാൻ പോവുകയാണെങ്കിൽ ചെറിയ കുത്തുകൊണ്ടാലും വലിയ തേൻ നമുക്ക് ലഭിക്കും. എന്നാൽ അജ്ഞത മൂലമായി തേനെടുക്കാൻ പോയാലോ തേൻ കിട്ടുകയുമില്ല, തേനീച്ചയുടെ കുത്ത് കൊള്ളുകയും ചെയ്യും. അപ്രകാരമാണ് നമ്മൾ ആനന്ദമാണ് വേണ്ടതെങ്കിൽ അതെവിടെ നിന്ന് കിട്ടും, അതെങ്ങനെ കിട്ടുമെന്ന് കിട്ടിയ ആളുകളുമായി ബന്ധം പുലർത്തി അവരോട് ചോദിച്ച് ജ്ഞാനം നേടിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് ദുഃഖം ഒഴിവായി ആനന്ദത്തെ നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത് നാം ചെയ്യുന്നില്ല. നമ്മുടെ മനസ്സ് അതിനൊന്നും ക്ഷമ കാണിക്കുന്നില്ല. അതിനാൽ മനസ്സ് വെമ്പൽ പൂണ്ട് ലോകം മുഴുവൻ പരതിക്കൊണ്ടിരിക്കുന്നു. താൻ ഉദ്ദേശിക്കുന്ന സുഖം
കിട്ടുന്നില്ല. കുറേ സമ്പത്ത് നേടിയാൽ സുഖമുണ്ടാകുമെന്ന് കരുതി അത് നേടിക്കൊണ്ടിരിക്കുന്നു വ്യക്തികൾ. കുറേ രാജ്യം വെട്ടിപ്പിടിച്ച് എൻ്റേതായാൽ സുഖമുണ്ടാകുമെന്ന് കരുതി നാട് മുഴുവൻ കുട്ടിച്ചോറാക്കുന്നു. ഇങ്ങനെ പലതും തെറ്റിദ്ധരിച്ചുകൊണ്ട് സുഖത്തിനായി ചെയ്യുന്നതെല്ലാം നിരാശയ്ക്കും ദുഃഖത്തിനും കാരണമായി ഭവിക്കുന്നതാണ് നാം ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്നത്. അതാണ് ആനന്ദമെപ്പോഴും വേണമെന്നാണിന്ന് മാനവർ ചിന്തിച്ചിരിക്കുന്നിതെപ്പോഴും. അജ്ഞത മൂലമായി ആനന്ദമൊന്നിനെ ആർക്കുമേ കിട്ടാതെ ദുഃഖിച്ചിടുന്നിതാ.